ഏകദേശം 1,00,000 സബ്സ്ക്രൈബറൊക്കെ റീച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് ഇൻവിറ്റേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അതുവരെ നമ്മുടെ പേഴ്സണൽ വീഡിയോസൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സിംഗിൾ സബ്സ്ക്രിപ്ഷൻ മാത്രം നിങ്ങൾക്ക് കുറച്ചൊരു സെക്കൻഡിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ചിലപ്പോൾ ഗിയറിഡ് അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ട് ആക്സിലേറ്റർ ചവിട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് മാഷ് ഉള്ളിലേക്ക് ചെറിയൊരു നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ. എൻട്രി ലെവൽ വണ്ടികളിൽ ലേഡീസിനും അതോ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള വണ്ടികൾ ചെയ്യാവുന്ന പല റിക്വസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഓൾട്ടോ വണ്ടിയുടെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ എക്സ്പ്രസോയുടെ റിക്വസ്റ്റ്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പ്രസോ വണ്ടിയുടെ റിവ്യൂ ആണ്. വെൽക്കം ടു ക്രിഷ് മച്ചാൻസ് ഓട്ടോ വ്ലോഗ്. സെപ്റ്റംബറിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. ഏകദേശം 5 വർഷമായി. ഏകദേശം 3 ലക്ഷം യൂണിറ്റുകൾക്ക് മേളിൽ ഈ വണ്ടി വിറ്റഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അത്രയും ആൾക്കാർ ഒരു ഫേവറേറ്റ് വണ്ടി മാത്രമല്ല ഒത്തിരി ആൾക്കാർ ഈ വണ്ടി എടുക്കാൻ മോഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. ലുക്ക് വൈസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മിനി ക്രോസ് ഓവർ ലുക്കാണ്. ഒരു SUV ടച്ചൊക്കെ വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വിൻ ചേംബർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതേസമയത്ത് ഗ്രില്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ U ടൈപ്പ് ചെറിയൊരു ക്ലാഡിങ് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. സെൻട്രലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരുതി സുസുക്കിയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ എയർ ഡാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റഗഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരുക്കനായിട്ടുള്ള ഒരു ഷേപ്പാണ് ഇത് കാണുന്നത്. മൊത്തത്തിലൊരു മസ്കുലറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫോഗ് ലാമ്പോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നമുക്ക് ഫോഗ് ലാമ്പൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഗിയറിഡ് അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ട് ആക്സിലേറ്റർ ചവിട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് മാഷ് ഒത്തിരി നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടല്ലേ. ഇനി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന അതും ഹിൽ ഹോൾഡ് വരുന്ന ഒരു വണ്ടിയാണ് എക്സ്പ്രസോ. സോ ലേഡി ആണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് പോയി മേടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടിയാണ് നമ്മുടെ ഈ എക്സ്പ്രസോ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഡ്രൈവ് ചെയ്യും പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഓൾട്ടോയുടെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഐകാർഡിൽ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ക്ലിക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്യുക. അതിനകത്ത് നമ്മുടെ ഇതിൻ്റെ റൈവലറി ആയിട്ടുള്ള നമ്മുടെ ക്വിഡ്, എക്സ്പ്രസോ ആൻഡ് ഓൾട്ടോ K10 തമ്മിലുള്ള കമ്പാരിസൺ എല്ലാം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ഹൈ സ്റ്റാൻസ് ഉള്ളൊരു വണ്ടിയാണ്. ഒരു ക്യാബ് ഫോർവേഡ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാൻ. ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ് ഈ ക്യാബ് ഫോർവേഡ് ഡിസൈൻ. എന്താണ് ഈ ക്യാബ് ഫോർവേഡ് ഡിസൈൻ? ഈ ക്യാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു ക്യാബിൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാബ് ഫോർവേഡ് ഡിസൈൻ കൊണ്ട് മാക്സിമം ഉള്ളിലുള്ള സ്പേസ് മാക്സിമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഡിസൈനിൽ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല നല്ലൊരു ഹൈ സ്റ്റാൻസ് കിട്ടുന്നുണ്ട്, നല്ലൊരു പൊക്കം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ വീൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2380 mm ആണ് വീൽ ബേസ് വരുന്നത്. ഈ ക്യാബ് ഫോർവേഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. നല്ലൊരു എയറോ ഡൈനാമിക് ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ എയറോ ഡൈനാമിക് ഫീച്ചർ കിട്ടും എന്നുള്ളതും കൂടെയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സ്റ്റാൻസ് നല്ല പൊക്കമുള്ളൊരു വണ്ടി, അത് നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള വണ്ടി ആണ് സൈഡ് പ്രൊഫൈലിൽ. അപ്പോൾ ഫ്യൂവൽ ടാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ടാങ്ക് 27 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്കാണ് വരുന്നത്. മിററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കളറായിട്ടുള്ള മിറേഴ്സാണ് വരുന്നത്. ചെറിയൊരു ടേൺ ബ്ലിങ്കേഴ്സ് നമുക്ക് കാണാം. ടയർ സൈസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ഇഞ്ചിൻ്റെ ടയറാണ്. ടയർ ഡയമെൻഷൻ വരുന്നത് 165/70R14 ആണ് സൈസ് വരുന്നത്. അതേസമയത്ത് ഇതിൻ്റെ എൻട്രി ലെവലിലേക്ക് വരുമ്പോൾ 13 ഇഞ്ചിൻ്റെ ടയറാണ്. നോർമൽ കപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അലോയ് വീൽ വരുന്നില്ല. സോ ഡോർ ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കളർ തന്നെയാണ് വരുന്നത്. B പില്ലറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറും, A പില്ലറിൽ ബോഡി കളറും, C പില്ലറിലും ബോഡി കളർ തന്നെയാണ് വരുന്നത്. ബാക്ക് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ബാക്ക് പോർഷനിൽ എടുത്തു പറയാനുള്ള ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. കുറച്ച് പ്രൊജക്ഷൻസ് ഇതൊക്കെ കാണാം, കട്ട്സ് ആൻഡ് ഗ്രേസസ്. പിന്നെ അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ പ്രൊജക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ ടെയിൽ ലാമ്പ് തന്നെയാണ്. നമ്മുടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയിൻ ഗ്ലാസ് കാണാം, ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കാണാം. ഷാർഫിൻ ആൻറ്റിന അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഏത് വേരിയൻ്റ് ആണെന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. അതൊക്കെ നോർമൽ ഇപ്പോഴത്തെ ഒരു വണ്ടിയിലും അങ്ങനെയൊന്നും വരുന്നില്ല. നമ്മുടെ മാരുതി സുസുക്കിയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു മെക്കാനിക്കലായിട്ടുള്ള കീ ഉപയോഗിച്ചുള്ള ഓപ്പണിംഗ് ആണ് കാണുന്നത്. എക്സ്പ്രസോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കാണാം. താഴേക്ക് ആ ക്ലാഡിങ് ഇങ്ങനെ നീണ്ടു വന്നിരിക്കുകയാണ്. ഈ ക്ലാഡിങ് എന്ന് പറയുന്നത് നല്ലൊരു ബിഗ് സൈസിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഒരു റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അല്ലെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ് സെൻസർ എന്ന് വേണം പറയാൻ. ആ ഒരു സംഭവങ്ങളും ഇതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊക്കമുള്ള വണ്ടി. സോ ബൂട്ട് സ്പേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ള വണ്ടി. 270 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നല്ലൊരു പാർസൽ ട്രേ കാണാം. അത്യാവശ്യം നല്ല വൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാം. ഇത് ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കാൻ പറ്റുന്നതാണ്. സാധനങ്ങൾ വെക്കാനായിട്ട് നല്ലൊരു ഫ്ലാറ്റ് സർഫസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ സ്പെയർ ടയർ 165 70 R14 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു കാറും കൂടെയാണ്. നമ്മുടെ ഹൗസിലുള്ള ലഗേജുകൾ കാര്യങ്ങളൊക്കെ വെക്കാം. ബെസ്റ്റ് ഫോർ സിറ്റി റൈഡ് ആൻഡ് ഓഫ് കോഴ്സ് നമുക്കൊരു ചെറിയ ഒരു ലോങ് ട്രാവലിനൊക്കെ പോകാൻ പറ്റുന്നതാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയാനില്ല. ചെറിയൊരു സ്റ്റോപ്പ് ലൈറ്റും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ കാണാം. സോ ഇൻസൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മാരുതിയുടെ തനതായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെ കാണാം. ഇതിനകത്ത് നമുക്ക് ടെലിഫോണിക് ആൻഡ് ഓഡിയോ കൺട്രോൾസ് എല്ലാം ഇതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് AC വെൻസ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ അതും മാരുതിയുടെ ആ ഒരു നോർമൽ ഒരു സംഭവങ്ങൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓൾട്ടോയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ORVM മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ആയിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിലോട്ട് റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയൊന്നും ലേഡീസിന് ഒരു രീതിയിലും പാട് വരത്തില്ല. പ്രത്യേകിച്ച് വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഹെവി ട്രാഫിക് ജാമൊക്കെ കിട്ടുന്ന സമയത്ത് ഓപ്പോസിറ്റ് കുറേ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ വരും. ആ സമയത്ത് നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ട് ഇതൊക്കെ അടയ്ക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പ്രസ് ചെയ്ത് നമുക്കിതൊക്കെ ഈസി ആയിട്ട് നമുക്ക് താത്താൻ പറ്റുന്നതാണ്. സീറ്റ്സിലേക്ക് സിമ്പിളായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഡോർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ചെറുതായിട്ടൊരു മൊബൈൽ ഫോൺ വെക്കാനുള്ള സ്പേസ്, ഇതിൻ്റെ ഒരു ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട്. നമുക്ക് ഈ പവർ വിൻഡോയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് വരുന്നത്. അത് നമ്മുടെ ഇതിൻ്റെ ഒരു പഴയ വണ്ടികളിൽ നിന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഓഫ് ഓൺ ഓഫ് ഡെമ്മി സ്വിച്ചസ് ഒക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ഓഫ് കോഴ്സ് അഡ്ജസ്റ്റബിളോ കാര്യങ്ങളോ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് കാണുന്നത്. ഹെഡ് ലാമ്പ് ലെവലിങ് കാര്യങ്ങൾ. ഇവിടെ നമുക്കൊരു ഫ്യൂവൽ ലിഡ് ഓപ്പണിംഗ്, നമുക്കതുപോലെ തന്നെ ഒരു ബോണറ്റ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫ്രണ്ട് സൈഡിൽ വരുന്നത്. നമുക്കിനി ഇപ്പുറ സൈഡിലെ കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ്. നമുക്കൊരു നല്ല രീതിയിലൊരു സ്റ്റാൻസ് കിട്ടുന്നുണ്ട്. നോക്കിയാൽ നല്ല പൊക്കത്തിലാണ് ഞാൻ ഇരിക്കുന്നുണ്ട്, ഫീല് കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ട് ഒരു ആവറേജ് തൈ സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കാണാം, നമുക്കൊരു 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ആപ്പിൾ ആൻഡ്രോയിഡ് കാർപ്ലേ ത്രൂ വയർ അല്ല കേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പവർ വിൻഡോയുടെ ഓപ്പറേഷൻ കാണാം, ഹസാർഡിൻ്റെ സ്വിച്ചസ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് AC കൺട്രോൾസ് കാണാം, 12 വോൾട്ടിൻ്റെ ഒരു പോർട്ട് കാണാം. ഇവിടെ ഒരു USB പോർട്ട് കാണാം, ഓക്സിൻ്റെ ഒരു പോർട്ട് കാണാം. ഇവിടെ ഒരു ചെറിയ സ്പേസ് കാണാം, ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് കാണാം. പിന്നെ അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ്. അപ്പോൾ 2 ഗിയർ ബോക്സിലാണ് ഈ വണ്ടി വരുന്നത്. ഒന്ന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും, 2 അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനും. 5 സ്പീഡാണ് മാനുവൽ വരിക. CNG വേരിയൻറ്റിലും അതുപോലെ തന്നെ പെട്രോൾ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. CNGക്ക് മാനുവൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് കമൻസിലൂടെ. CNGക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു പാർക്കിംഗ് ബ്രേക്ക് കാര്യങ്ങൾ, നോർമൽ സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങൾ. ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു ഗോൾഡൻ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. ഒരു നോർമൽ ക്വാളിറ്റി, ആ ഒരു പൈസയ്ക്കൊത്തുള്ള ഒരു മുതൽ നമുക്ക് ഇതിനകത്ത് കാണാം. പഴയ ഒരു മാരുതിയിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് കാണാം, അത്യാവശ്യം സാധനങ്ങൾ. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഡിസൈൻ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പേസ് കൊടുക്കേണ്ടതായിരുന്നു. ഒരു എന്താ പറയുക, എനിക്കിത് കാണുമ്പോൾ ഒരു ചെറിയ മിനി കൂപ്പറിൻ്റെ ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു ഡിസൈനൊക്കെയാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 km/h നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അതിൻ്റെ സ്പീഡ് വരുന്ന അനുസരിച്ച് അത് കൂടുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള ഫ്യൂവൽ ഗേജ്, ഓഡോമീറ്റർ ചെറുതായിട്ട് തന്നെ കാണാം. പിന്നെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ. പിന്നെ ഇവിടെ നമുക്ക് AC വെൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ എയർ ബാഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാബിൻ ലൈറ്റ്, മൈക്കിൻ്റെ ഓപ്ഷൻസ്, സിമ്പിളായിട്ടുള്ള IRVM മിറർ. ഇവിടെ വാനിറ്റി മിററൊന്നും കാണുന്നില്ല. നമുക്ക് ഇതിനകത്ത് വരുന്നത് സിമ്പിൾ
ആയിട്ടുള്ള ഒരു സൺഷെയ്ഡ് തന്നെയാണ് വരുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെ. ഗിയർ ബോക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വിഡിൻ്റെ കേസ് നേരത്തെ ഞാൻ ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഗിയർ ബോക്സിനുള്ള കമ്പാരിസൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓൾറെഡി വീഡിയോ കാണുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിനി നേരെ ബാക്ക് പോർഷൻ നോക്കാം. മെയിനായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ് റൂം തന്നെയാണ്. നോക്കി അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ലെഗ് റൂമും അത്യാവശ്യം നല്ല എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഈ സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലെഗ് റൂം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് സർഫസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഫാബ്രിക് സീറ്റ് തന്നെയാണ് കാണുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ്. വീണ്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാരുതി ഇമ്പ്രൂവ് ആവണം. കാരണം ഈ ബാക്ക് സീറ്റ് ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് കിട്ടില്ല. ഇതെപ്പോഴും ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് തന്നെയാണ് നല്ലത്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് ആമ്പിൾ സപ്പോർട്ട് നമുക്കൊരു നെക്കിന് കിട്ടുകയുള്ളൂ. മാത്രമല്ല ഇവിടെ ലൈറ്റ് കാണുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെക്കാനുള്ള സ്പേസ് പോലും നിങ്ങൾ തരുന്നില്ല. ഫ്രണ്ടിൽ ഒരു കുപ്പി വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബാക്കിലേക്ക് എന്തുകൊണ്ടത് കൊടുക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്നത് നമുക്ക് 2 സ്പീക്കേഴ്സ് മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഇവിടെ സ്പീക്കേഴ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡോർ പാഡ് തന്നെയാണ്. വിൻഡോ ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ വിൻഡോ ലൈൻ നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് കാണുന്ന രീതിയിലുള്ള വിൻഡോ ലൈൻ തന്നെയാണ്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പല ആൾക്കാരും പറയാറുണ്ട് 3 പേർക്കൊക്കെ ഇരുന്ന് പോകാമോ നമ്മുടെ എക്സ്പ്രസ്സോയിൽ. ഞാൻ പറഞ്ഞ എക്സ്പ്രസ്സോയിൽ ശരിക്കും പറഞ്ഞാൽ 4 പേർക്കാണ് ഇരിക്കാൻ പറ്റുക. 5ാമതൊരാൾ വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഷോൾഡർ ഹിറ്റിങ് വരും. അപ്പോൾ അതൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊന്നും 5 പേർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും 4 അഡൽട്ട് ഒരു കിഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. സിമ്പിളായിട്ടുള്ള സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. പാർസൽ ട്രേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവൽ ആയതുകൊണ്ട് തന്നെ എപ്പോഴും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷൻ നമുക്കൊരു സാധാരണ ഒരു കോസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് നമുക്ക് അഡ്ജസ്റ്റ് ഉറപ്പായിട്ടും മാരുതി പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരണം. ഈ കാര്യങ്ങളൊക്കെ മാറ്റണം. എന്നാൽ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഗ്രഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ സെയിൽസ് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മാരുതിക്ക് സെയിൽസ് കുറവൊന്നും ഇല്ലെങ്കിലും നമുക്ക് എപ്പോഴും നല്ല നമ്പർ 1 പൊസിഷന് നിൽക്കണ്ടേ. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഡ്രൈവ് നോക്കാം. സോ എക്സ്പ്രസ്സോടെ ഡ്രൈവാണ്. ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു നല്ലൊരു ഹൈ സ്റ്റാൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഗ്ലാസ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഗ്ലാസ് നല്ലൊരു ആംഗിളിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമല്ല ബോണറ്റ് കുറച്ചുകൂടെ താന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ലേഡീസിനൊക്കെ നല്ല രീതിയിലിരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടെയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി മാനുവൽ വേരിയൻ്റ് ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതേസമയത്ത് ഞാൻ ഒരു ഓട്ടോമാറ്റിക് ഒരു ഗിയർ സിസ്റ്റമാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് മറ്റ് പ്രത്യേകിച്ച് റെനോ ക്വിഡിനെ വെച്ച് കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ട്രിപ്ടോണിക് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ പ്ലസ് മൈനസ് ഷിഫ്റ്റിംഗ് ഉണ്ട്. ഒരു ഓട്ടോമാറ്റിക് കം മാനുവൽ ഗിയർ ബോക്സ് ആണ് നമ്മുടെ മാരുതിയുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലും നമുക്ക് അത് വണ്ടി ഓടിച്ച് പോകുന്നതാണ്. അപ്പോൾ അതിനാണ് ട്രിപ്ടോണിക് എന്ന് പറയുന്നത്. ഈ വണ്ടി ഒരു മാനുവൽ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു എൻജിൻ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട് എല്ലാവരും ഭയങ്കര ഒരു ഈഗർലി വെയിറ്റിംഗ് ആണ്. ചിലവർക്ക് മാനുവൽ വണ്ടി തന്നെ വേണം. അല്ലാതെ അവർക്ക് ഒരിക്കലും അവർ ഓട്ടോമാറ്റിക്കലി അവർ സാറ്റിസ്ഫൈ ആകത്തില്ല എന്തൊക്കെ പറയുന്നു പറഞ്ഞാൽ. സോ ക്വിഡിനെയൊക്കെ വെച്ച് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരുതിയുടെ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ട്രിപ്ടോണിക് ഉണ്ട്, ക്വിഡിന് ട്രിപ്ടോണിക് ഇല്ല. അതൊക്കെ ഞാൻ കൂടുതൽ കമ്പാരിസൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓൾട്ടോയുടെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയൊരു മൈന്യൂട്ട് ലാഗ് നിങ്ങൾക്ക് മാനുവലിൽ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് സെക്കൻഡ് ഗിയറിൻ്റെ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. സസ്പെൻഷനെ കുറിച്ചാണ് പറയുന്നത്. മീഡിയം ടു സ്റ്റിഫ് സസ്പെൻഷനാണ് ഈ വണ്ടിയുടെ വരുന്നത്. അതേസമയത്ത് ടെക്നോളജി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് മെക്ഫ്രണ്ട് സ്റ്റാർട്ടും ബാക്ക് വരുന്ന ടോർഷൻ ബീം തന്നെയാണ്. തനതായ സസ്പെൻഷൻ തന്നെയാണ്. അത്യാവശ്യമുള്ള ഒരു കംഫർട്ട്, ആ ഒരു എമൗണ്ടിലുള്ള ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ ആ 48 km/h എന്നൊക്കെയുള്ള അത് നല്ല രസമുണ്ട് അത് കാണാൻ. പ്രത്യേകിച്ച് ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല രസമുണ്ട് ആ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം. ഞാൻ ഈ വണ്ടിയിലിരുന്ന് ഒരു ദൂരയാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതുപോലെ തന്നെ കസിൻ്റെ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ആ ഒരു നല്ലൊരു ഡ്രൈവ് തന്നെയാണ് ആ ഒരു സമ്മാനിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റും ഒക്കെ വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ഒഴുകിയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ആ ഒരു പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ടിനുള്ള ഒരു പവർ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പം കൂടുതലായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ പവറൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 66.21, ഏകദേശം 67 bhp അറ്റ് 5500 RPM. ടോർക്ക് വരുന്നത് 89 Nm അറ്റ് 3500 RPM ആണ് പെട്രോൾ വേരിയൻ്റ് വരുന്നത്. CNG യിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 56.69 PS അറ്റ് 5300 RPM. ടോർക്ക് 89.1 Nm അറ്റ് 3400 RPM. സോ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കിനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്നത്. സോ മൈലേജിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം. മൈലേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർട്ടിഫൈഡ് മൈലേജ്, സ്റ്റാൻഡേർഡ് മാനുവൽ ട്രാൻസ്മിഷൻ, LXI മാനുവൽ ട്രാൻസ്മിഷന് 24.12 km/ലിറ്റർ. VXI ഓപ്ഷൻസ്, VXI മാനുവൽ ട്രാൻസ്മിഷൻ, VXI പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ 24.76. അതുപോലെ തന്നെ VXI ഓപ്ഷണൽ AGS ഗിയർ ബോക്സ് 25.3. അതാണ് ഏറ്റവും കൂടിയ മൈലേജ്. ഞാൻ നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കാണ് മൈലേജ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ VXI ഓപ്ഷണൽ, അതുപോലെ AGS ഓട്ടോ, അതിനൊക്കെ ആ ഒരു മൈലേജ് തന്നെയാണ് വരുന്നത്. മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കിന് തന്നെയാണ് കൂടുതൽ. വണ്ടിയുടെ കളറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, റെഡ്, ഗ്രേ, സിൽവർ, ബ്ലാക്ക് എന്നീ കളറുകളിൽ അവൈലബിൾ ആണ്. നമ്മുടെ മിഠായിയുടെ കളറ് പോലെയാണ് ഇതിൻ്റെ വണ്ടിയുടെ കളറുകൾ. അപ്പോൾ ആദ്യം എക്സ്പ്രസോയിലാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല നല്ല കളേഴ്സ് വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നല്ല വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ. മൈലേജിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയാൻ എനിക്ക് തോന്നുന്നത്. കാരണം ഈ വണ്ടി പഴയ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഈ വണ്ടിയുടെ എഞ്ചിൻ വന്നുകൊണ്ടിരുന്നത് K10 B സീരീസ് എഞ്ചിനായിരുന്നു. ആ B സീരീസിൽ നിന്നും C സീരീസിലേക്ക് എത്തിയപ്പോൾ അവർ നല്ലൊരു ടൂണിങ് കാര്യങ്ങൾ ഉറപ്പായിട്ട് ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ആ ഡ്യുവൽ ജെറ്റ് പോലുള്ള ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മൈലേജുകൾ കിട്ടിയെന്നുള്ളതാണ്. അപ്പം മൈലേജിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഈ വണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും തോന്നുന്ന ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹൈ സ്റ്റാൻഡ്സ്, രണ്ട് എന്ന് പറയുന്നത് ഈ വണ്ടി വളരെ കോമ്പാക്റ്റാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ കൊമറ്റിൻ്റെ വീഡിയോ. സോ MG കൊമറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ യൂസർ റിവ്യൂ വീഡിയോ ഒന്ന് കാണുക. അതും ഇതുപോലെ ഒരു കോമ്പാക്റ്റ് വണ്ടി തന്നെയാണ്. ഈ കോമ്പാക്റ്റ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മനോവർ തന്നെയാണ്. നമുക്ക് എവിടെ വേണേലും വണ്ടി കൊണ്ട് ഇടാം, എവിടെയെങ്കിലും നിന്ന് വളയ്ക്കാം. മാത്രമല്ല ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണമാണ് 4.5 മീറ്റർ റേഡിയസ്, നമുക്ക് ടേണിങ് റേഡിയസ്. നമുക്ക് എവിടെ നിന്ന് വേണം വണ്ടി ഈ റോട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ വളച്ചെടുക്കാൻ പറ്റും. പിന്നെ എവിടെ വേണേലും ട്രാഫിക് കൂടെ തിരികെ കയറ്റി അങ്ങ് കൊണ്ടുപോകാം. ചിലവർ പറയും കുത്തി കയറ്റി കൊണ്ടുപോകാമെന്നൊക്കെ പറയും. അപ്പോൾ അതുപോലുള്ള ആ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു വണ്ടിയാണ്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഏറ്റവും ആവശ്യം അത് തന്നെയാണ്. അവർക്കൊരു ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് വന്നു, അവർക്ക് ഈസി ആയിട്ട് ക്ലച്ചിനെ കുറിച്ചോ ഒന്ന് ബോദർ ചെയ്യേണ്ട, അവർക്ക് ഗിയറിനെ കുറിച്ച് ബോദർ ചെയ്യാണ്ട് ഈസി ആയിട്ട് വണ്ടി ഓടിച്ചു. പക്ഷേ ഇത് മാനുവൽ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി വളരെ എന്താ പറയുക, നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മുടെ കൺട്രോളിൽ വേണമെങ്കിൽ തന്നെ നമുക്ക് ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് ഇട്ടിട്ട് പോവാം. നല്ല ഒരു കംഫർട്ടബിൾ ഡ്രൈവാണ് ഈ വണ്ടി ശരിക്കും തരുന്നത്. ബേസ് വേരിയൻറ്റിൽ ഈ വണ്ടി അത്യാവശ്യം കാര്യങ്ങൾ തരുന്നുണ്ട്. 2 എയർ ബാഗ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഹൈ സ്പീഡ് അലർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സീറ്റ് ബെൽറ്റിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് എന്താ പറയുക ആ ഒരു ബേസ് വേരിയൻറ്റ് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു എൻട്രി ലെവൽ വണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ബേസ് വേരിയൻറ്റിലൊക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹം തന്നെയാണ്. സോ വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കുവാണ്, നല്ലൊരു ടോട്ടൽ റെസ്പോൺസാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിതേ ഇപ്പോൾ ആ പോകുന്ന വണ്ടി നെക്സോൺ വണ്ടിയാണ്. അപ്പോൾ അതിന് ഈസി ആയിട്ട് ആ വണ്ടിയുടെ അടുത്ത് പെട്ടെന്നാണ് എത്തിയത്. നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ്റെ പെർഫോമൻസ് മാനുവൽ അടിപൊളിയാക്കിയിട്ടുണ്ടെന്നും പറയാനില്ല. നേരത്തെ ആ ഒരു മാരുതിയുടെ എൻജിൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പവറിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്, ത്രോട്ടിൽ റെസ്പോൺസിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. മാരുതി ഒന്നും പറയാനില്ല, കാരണം അവർ ശരിക്കും ശ്രദ്ധിച്ചാണ് അല്ലെങ്കിൽ ശരിക്കും പഠിച്ചിട്ടാണ് ഓരോ വണ്ടി ഇറക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിന് ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരുന്നൊരു വണ്ടി ഉറപ്പായിട്ട് എക്സ്പ്രസോ ആ രീതിയിൽ കൊള്ളാം. പിന്നെ എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ ഡീമെറിറ്റ്സ്, എന്തൊക്കെ മോശമാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് മോശങ്ങൾ പറയാനുണ്ട്. അതിനകത്ത് ഏറ്റവും എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സീറ്റിലെ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ആ ഒരു ഡോർ സൈഡിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു സ്പേസ് കൊടുക്കണം. ഡോർ പാഡ്സിൽ
നമുക്കൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് കൊടുക്കണം. ഈ സീറ്റിൻ്റെ പുറകിൽ നമുക്കൊരു സ്പേസ് കൊടുക്കണം, എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്പേസ് കൊടുക്കണം. അത് നിങ്ങൾ കൊടുത്തിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ വിൻഡോയുടെ ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് പവർ വിൻഡോ ഉറപ്പായിട്ടും കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഈസി ആയിട്ട് അതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മറ്റേത് ഒരു മാനുവലി ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുക, ഒരു പഴകിയ ഇതായി പോയില്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ചെറിയ ചെറിയ പ്രൈസ് വേരിയേഷൻസ് വരുത്തിയിട്ട് അതും കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സമയത്ത് എനിക്കൊരു ചെറിയൊരു ക്യാബിൻ നോയ്സ്, അതുപോലെ ഒരു ത്രോട്ടിൽ കൂള് കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് ചെറിയൊരു നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് എനിക്ക് മാത്രമേ തോന്നുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വണ്ടി ഉറപ്പായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ നല്ല നല്ല ഓഫേഴ്സിന് വേണ്ടിയിട്ട് പോപ്പുലർ മാരുതിനെ വിളിക്കുക. എന്ത് വണ്ടിയുടെ മാരുതിയുടെ ഏത് വണ്ടി വേണമെങ്കിലും ഉറപ്പായിട്ടും നല്ല റേറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്നതാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്, നല്ലൊരു എയർ കിട്ടണം അല്ലേ. നല്ലൊരു ക്യാബിൻ എയർ ഫിൽട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ചിൽഡ് AC തന്നെയാണ് വരുന്നത്. AC-യുടെ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ആ ഒരു എമൗണ്ടിനൊത്തുള്ള ഒരു ക്വാളിറ്റി ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒരു സ്പീഡ് വിട്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ആ രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലുക്ക് വൈസ് അത്ര എനിക്ക് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വേറൊരു ഡിസൈൻ, കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. മാത്രമല്ല ഈ വണ്ടിയുടെ ഒരു ബാക്ക് സീറ്റിലുള്ള ആ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ കാര്യം ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നതാണ്. അത് ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. ബാക്ക് സീറ്റിൻ്റെ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റിന് പകരം ഉറപ്പായിട്ടൊരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു സേഫ്റ്റി പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് 2 എയർ ബാഗ് തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഒരു ഹെയർടെക് പ്ലാറ്റ്ഫോമാണ് മാരുതിയുടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കവേർഡ് പ്ലാറ്റ്ഫോം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ സേഫ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ മാത്രമല്ല ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ഇനി ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വിത്ത് ഹിൽ ഹോൾഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലേഡീസിനും ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി പരമായിട്ടും വലിയ ഗുണങ്ങൾ തന്നെയാണ്. സ്പീഡ് അലേർട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള ഒരു സേഫ്റ്റി അഷ്വർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഈ ഒരു എമൗണ്ടിന്. പ്രത്യേകിച്ച് ഇതിൻ്റെ എൻട്രി ലെവൽ വണ്ടികൾക്കൊക്കെ ഏകദേശം 4.8 ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസിലൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ മാരുതിയുടെ വണ്ടികൾക്കൊക്കെ വില കൂടാൻ പോവുകയാണ്. അടുത്ത മാസം തൊട്ടാണ് ആ ഒരു ഹൈക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് എത്ര വേഗം തന്നെ ബുക്ക് ചെയ്യുക. നല്ല വ്യത്യാസങ്ങളാണ്. 20,000 30,000 ഒക്കെയാണ് റേറ്റ് വ്യത്യാസം വരാൻ പോകുന്നത്. അതുകൊണ്ട് എക്സ്പ്രസ്സോടെ വില നോക്കാം. എക്സ്പ്രസ്സോ സ്റ്റാൻഡേർഡ് വരുമ്പോൾ 4,26,000, അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഐറ്റമാണ്. 4,96,000 ഓൺ റോഡ് പ്രൈസ് വരിക. LXI 4.99 lakhs, ഓൺ റോഡ് 5,78,000. VXI 5,21 എക്സ് ഷോറൂം. ഓൺ റോഡ് വരുമ്പോൾ 6,20,000. VXI 5,50 വരിക. ഓൺ റോഡ് വരുമ്പോൾ 6,54,000. VXI ഓട്ടോമാറ്റിക് വരുമ്പോൾ 5,65,000. 6,72,000 ഓൺ റോഡ്. VXI ഓട്ടോമാറ്റിക് VXI പ്ലസ് വരുമ്പോൾ 5,95,000 എക്സ് ഷോറൂം. ഓൺ റോഡ് വരുമ്പോൾ 7 ലക്ഷം രൂപ. LXI CNG വേരിയൻറ്റ് സ്ഥിരം ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. 5,96,000 എക്സ് ഷോറൂം വരുമ്പോൾ 7 ലക്ഷം ഓൺ റോഡ് വരുന്നുണ്ട്. VXI വരുമ്പോൾ LXIയുടെ വിലയാണ് മുമ്പ് പറഞ്ഞത്. ഇനി VXI വരുവാണെങ്കിൽ 6,11 എക്സ് ഷോറൂം. ഓൺ റോഡ് വരുമ്പോൾ 7,25,000 രൂപ. ഇതിനൊക്കെ ഇപ്പോൾ നിലവിലൊരു 35,000 രൂപയുടെ ഓഫറുകൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഓഫറിനെ കുറിച്ച് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വണ്ടിയുടെ ആ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി വൈഡർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ ആൾക്കാർക്ക് ഇരിക്കാൻ, ഒരു 3 പേർക്ക് ഇരിക്കാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു ബോഡി റോളിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു ബോഡി റോൾ, ഒത്തിരി ഒരു ലോങ് ജേർണിയിൽ ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ചെറിയ ബോഡി റോൾ ഫീൽ ചെയ്യാം. അത് ഉറപ്പായിട്ട് ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഡിസൈനാണ്. പിന്നെ എല്ലാ വണ്ടികൾക്കും ഉണ്ട് ചെറിയ രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി ഉറപ്പായിട്ടും അത്ര ഒരു വെയിറ്റുള്ള വണ്ടിയൊന്നുമല്ല. സ്റ്റെബിലിറ്റി ഒത്തിരി ഓവർ സ്പീഡിൽ പോകാനുള്ളൊരു വണ്ടിയല്ല, പക്ഷേ നല്ല രീതിയിൽ ഓവർ സ്പീഡ് ആക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ഒരു ത്രോട്ടിൽ റെസ്പോൺസ്, ഒരു ഇനീഷ്യൽ സ്പീഡുകളിലൊക്കെ നല്ലൊരു ത്രോട്ടിൽ റെസ്പോൺസ്. പക്ഷേ കുറച്ച് സ്പീഡ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ വണ്ടിയുടെ ഒരു റെസ്പോൺസ് അല്പം കുറയും. ചെറിയൊരു
ഒരു ചെറിയൊരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യുക. വാറണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഞാൻ മിക്കവാറും എല്ലാ മാരുതിയുടെ വണ്ടികളിലും ഞാൻ പറയുന്നത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത് തന്നെയാണ്. വണ്ടികളുടെ ഏതെങ്കിലും യൂസർ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസ് കൊളാബ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പാഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. സോ ഇതായിരുന്നു നമ്മുടെ ഒരു എൻട്രി ലെവൽ വണ്ടികളുടെ ഒരു എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ എക്സ്പ്രസോ വണ്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്തത്. സോ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണ ചാൻ.